കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പാസ്റ്റിൽ ഭയങ്കര കയോസി കൂടെ പോയൊരു പെണ്ണിനെ ഒരിക്കലും ജീവിതത്തിലേക്ക് ക്ഷണിക്കാതിരിക്കുക. നീ തിരഞ്ഞെടുക്കുവാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കാൻ റെഡി ആയിക്കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുക. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനായി കണ്ടുകൊണ്ട് ഒരു പെണ്ണ് നിന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതിന് നിന്ന് കൊടുക്കാതിരിക്കുക. അവിടെ ഏജല്ല പ്രശ്നം, പവർ ഇംബാലൻസ് ആണ്. നീ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സ്ത്രീകൾ എപ്പോഴും നിങ്ങളോട് ലോയലാകുന്നത് അവളുടെ വികാര വിചാരങ്ങളെ നീ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരിക്കലും നീ എത്രമാത്രം അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്തു എന്നതിനെ ആശ്രയിച്ചല്ല. പെണ്ണ് നിന്നെ രാജാവിനെ പോലെ വാഴ്ത്തും, നീ അവളുടെ രാജാധികാരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുവരെ. പെണ്ണിനെ ഒരിക്കലും നീ നയിക്കാൻ മടി കാണിക്കരുത്. എന്ന് നീ മടി കാണിക്കുന്നോ അന്നു മുതൽ അവൾ നിൻ്റെ അതിരുകൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു നല്ല സ്ത്രീ ഒരു ചീത്തയായി മാറിക്കഴിഞ്ഞാൽ അത് വളരെ വിരളമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. കാരണം അവൾക്ക് നിന്നോടുള്ള പക വളരെ സൈലൻ്റായിട്ട് നേരത്തെ തുടങ്ങിയിരുന്നു. ഒരിക്കലും സ്ത്രീകളോട് നിൻ്റെ ഇമോഷൻസ് കാണിക്കാതിരിക്കരുത്. നിൻ്റെ ഇമോഷൻസ് കാണിക്കാതിരുന്ന, നിൻ്റെ ദിശ കാണിക്കാതിരുന്ന, നിൻ്റെ ശ്രദ്ധ നീ കൊടുക്കാതിരുന്ന അവൾ മറ്റൊരാളെ വച്ച് നിന്നെ വിലയിരുത്താൻ തുടങ്ങും. ഒരു സ്ത്രീ നിന്നെ ആദ്യമായിട്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതൊരിക്കലും ആക്സിഡൻ്റ് അല്ല. അവൾ നിന്നോട് കാണിക്കാൻ പോകുന്ന ഡിസ്റെസ്പെക്റ്റിൻ്റെ ആദ്യത്തെ പ്രിവ്യൂ ആണ്. ഒരു പെണ്ണിനോട് കൂറിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം നീ അവളുടെ മുമ്പിൽ തോറ്റുപോയി. ശാന്തയായ സ്ത്രീ എപ്പോഴും ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും. ഒരു പ്രശ്നക്കാരിയായിട്ടുള്ളൊരു പെണ്ണ് ജീവിതത്തിൽ നിനക്ക് പാഠങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് നീ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിലുള്ള കെമിസ്ട്രിയേക്കാൾ ഉപരി അവളുടെ ക്യാരക്ടറിനെ തിരഞ്ഞെടുക്കുക. കാരണം കെമിസ്ട്രി എന്ന് പറയുന്നത് 2-3 വർഷം കൊണ്ട് ഫെയ്ഡാവും. പക്ഷേ ക്യാരക്ടർ എന്ന് പറയുന്നത് 2-3 വർഷം കഴിയുമ്പോൾ വെളിവായി വരും. ഒരിക്കലും നീ തോക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത കളിയിൽ ഇറങ്ങാതിരിക്കുക. എപ്പോഴും അവർ റൂള് മാറ്റിക്കൊണ്ടിരിക്കും. അത് എന്ന് പറയുന്നത് സ്നേഹമല്ല, നിങ്ങളെ നിയന്ത്രിക്കപ്പെടുകയാണ്. ഒരു പെണ്ണ് നിന്നെ ഒരിക്കലും ചതിക്കുകയും നീ അവളെ പിടിക്കപ്പെടുകയും ചെയ്താൽ അവൾ ഒരിക്കലും നിന്നോട് കൂടുതൽ കൂറുള്ളവളാവില്ല. അവൾ കൂടുതൽ തന്ത്രശാലിയായിട്ട് മാറും. നിന്നെ മനഃപൂർവ്വം തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെണ്ണിനോട് നീ ക്ഷമിക്കരുത്. കാരണം അവൾ നിന്നോട് കാണിച്ചത് വളരെ കണക്ക് കൂട്ടിയുള്ള ഒരു പ്രതികാരമാണ്. അതുമാത്രമല്ല, അവൾ നീ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള സാഹചര്യം ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത വ്യക്തിയാണ്. നിങ്ങളൊരു ടോക്സിക് ആയിട്ടുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവളുടെ ജീവിത സാഹചര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാതിരിക്കുക. കാരണം എത്രമാത്രം നീ സ്വാതന്ത്ര്യം കൊടുക്കുന്നു ആ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവം കൂടുതൽ കാണിക്കാൻ നോക്കും. പലപ്പോഴും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നത് അവർ പെണ്ണുങ്ങളെ പിടിച്ചു നിർത്താൻ നോക്കുന്നതുകൊണ്ടാണ്. കാരണം നിങ്ങൾ എത്രമാത്രം അവരെ നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ നോക്കുന്നു അത്രമാത്രം അവർ നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞത് ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചാണ്, അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന, ശാന്തമായിട്ട് ജീവിക്കുന്ന, നല്ല വ്യക്തിത്വമുള്ള പെണ്ണുങ്ങളെക്കുറിച്ചല്ല. അതുകൊണ്ട് ആർക്കും എന്നോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല.